എന്തൊക്കെ പറഞ്ഞാലും പൂതിവെച്ച ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയില്ല കേട്ടോ. അഹമ്മദ് സാഹിബിന്റെ അപ്പുറം കിടക്കാൻ പറ്റിയില്ല. അതാവശ്യമില്ല, അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ഈ അഹമ്മദിനേക്കാൾ വോട്ട് കിട്ടണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ വോട്ട് നല്ല റെക്കോർഡ് ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. ഒരു വോട്ട് അദ്ദേഹത്തിന് എക്സസരീനായ അഹമ്മദ് സാഹിബിന് ഒരു വോട്ട് കൂടി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക്. വിനീതനായ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ തോന്നിയ ഈ ന്യായം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ തങ്ങൾക്ക് തോന്നിയില്ല. മർഹൂം ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു, ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തു. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് 1,94,000 പരം വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും 2 ലക്ഷത്തിൽ കവിഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാക്കി തീർക്കുവാൻ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ഉണ്ടാക്കി തീർക്കണമെന്ന് മാത്രം പറയുന്നുണ്ട്. 2 ലക്ഷത്തിൽ കവിഞ്ഞ ഭൂരിപക്ഷം വേണമെന്ന് തങ്ങൾ അന്ന് പറഞ്ഞത് പ്രവർത്തകരുടെ കവിഞ്ഞ ആവേശം കണ്ടതുകൊണ്ടായിരിക്കാം എന്ന് കരുതാം തൽക്കാലം. ആവേശം അതേ അളവിൽ വോട്ടാവണമെന്നില്ലല്ലോ. കേരളത്തിൽ വോട്ട് പൊളിറ്റിക്കലാണ്, അതാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഒന്ന് ഇവിടെ ഇല്ല. പൊളിറ്റിക്കലാണ്. ഞങ്ങൾ കുറെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, LDFും കുറച്ച് പൊളിറ്റിക്കൽ കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ കാര്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് തെളിഞ്ഞു. എന്ന് പറഞ്ഞാൽ LDF പറയുന്നതൊക്കെ പാടെ തള്ളിക്കളഞ്ഞു എന്നല്ലല്ലോ. കണ്ടോ LDF പറയുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോഴും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല കേട്ടോ. BJPക്ക് ഒരു സെക്കൻഡ് മജീദേ, എല്ലാരും കൂടി വന്നോട്ടെ. മജീദൊക്കെ എവിടെ? ബാക്കിയുള്ളവരവിടെ? മുനീറും മജീദൊക്കെ ഉണ്ടായിരുന്നു. മുനീറിനെയും മജീദിനെയും കൂടെ നിർത്തുക എന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപാർട്ടി തന്ത്രമാണ്. അതിൽ തന്നെ മജീദിനെ വേങ്ങരയിൽ നിർത്തി ജയിപ്പിക്കുക എന്നതും. ഓക്കെ, താങ്ക് യു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തിളക്കമേറെയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് UDFന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളും ജനങ്ങൾ എഴുതിയിട്ടുള്ള വിധിയും വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ ഉജ്ജ്വലമായൊരു വിജയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് സാഹിബിന് ശേഖരിക്കാൻ കഴിഞ്ഞ വോട്ടുകളെ വെച്ച് നോക്കുന്ന സമയത്തും 1.5 ലക്ഷത്തോളം വോട്ടുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്ന്, വർധനമുണ്ടായിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതെ, അപ്പൊ അത് നോക്കുന്ന സമയത്ത് അത് ചെറിയ കാര്യമല്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇത് സത്യസന്ധമായ രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. ഇവിടെ നിങ്ങളെല്ലാം അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചൊരു കാര്യം എന്താണ്? ന്യൂനപക്ഷ വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി BJP അജണ്ട തയ്യാറാക്കി. അതിൽ അമിത്ഷാക്ക് പ്രത്യേകമായി ചുമതല കൊടുത്തിട്ട് കേരളത്തിൽ ന്യൂനപക്ഷ മനസ്സുകളിലേക്ക് കയറാൻ അവർ ശ്രമിക്കുന്നതാണ്. ആ അജണ്ടയാണ് തുടക്കത്തിലെ പാളിക്കഴിഞ്ഞത്, നടക്കില്ല എന്ന് ബോധ്യമായത്. കാരണം ഇവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള കനത്ത പരാജയം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചൂണ്ടുവലകയാണ്. അതാണ് BJPക്ക് മനസ്സിലാവാത്ത കാര്യം. ബഷീർ സാഹിബ് ഇപ്പോൾ പറഞ്ഞ കാര്യം. ഇനി അഥവാ കുഞ്ഞാലിക്കുട്ടി ജയിച്ചാൽ തന്നെ ദില്ലിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് BJP നേതാക്കൾ ആദ്യമേ ചോദിച്ചത് അതുകൊണ്ടാണ്. ஏன்னா இங்க இருக்கிற முஸ்லீம் லீக் வேட்பாளர் குஞ்சாலிக்குட்டி ஒரு ஆளு போறதுனால முஸ்லீம் லீக்குக்கு ஒரு MP கூடும், அவ்வளவுதான். பார்லிமெண்ட்ல ஏதாவது பண்ண முடியுமா? மோடிஜியை பார்த்து கன்னத்துல போட்டுக்கலாம், எட்டி நின்னு இல்ல அங்க சப்சிடியில கிடைக்கிற ஐஸ்கிரீம் வாங்கி சாப்பிடலாம். வேற என்ன പ്രയോജനം இருக்கு ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടി പോയി? മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു പോയിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ഈ BJP നേതാവ് ശ്രീപ്രകാശ് ജയിച്ചു പോയാലുള്ള പ്രയോജനം എടുത്തു പറയുകയും ചെയ്തതാണ്. ஆனா இங்கிருந்து NDA பிரதிநிதி போனால் ஒரு சான்ஸ் இருக்குல்ல, கேரளத்துக்கு ஒரு சென்ட்ரல் கேந்திர மந்திரி கிடைக்குமா இல்லையா? நம்ம யோசிச்சு பார்ப்போம். அது பிரதான் மந்திரியோட ப்ரீராகேட்டிவ். I cannot tell. In spite of it, there is 50-50 chance of having a central minister is there for Kerala if Advocate Prakash is elected as our member of parliament.
ഹലാൽ ബീഫും വേണ്ട, കേന്ദ്രമന്ത്രിയും വേണ്ട, കുഞ്ഞാലിക്കുട്ടി മതി എന്ന് തീരുമാനിച്ച മലപ്പുറത്തുകാർ വലിയ തമാശക്കാർ തന്നെ. അവരോട് മത്സരിക്കാനാവാത്തതിനാൽ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.